ഇറാൻ ഇന്ത്യ സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ഇസ്രായേലുമായും ഇറാനുമായും നല്ലൊരു സൗഹൃദത്തിലാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഇന്ത്യ അകപ്പെട്ട് കിടക്കുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് ഇന്നും ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഭാഗമായി ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയിരുന്നു. അതിൽ പോലും ഇന്ത്യ ഞങ്ങൾ ഈ മുന്നറിയിപ്പിൽ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ചബഹർ തുറമുഖം അടുത്ത 10 വർഷത്തേക്ക് ഇറാൻ ഇന്ത്യക്കാണ് എന്നുള്ള ഒരു കരാറ് പോലും ഇറാൻ നടത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇറാൻ നമുക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആവശ്യമാണ്. അതിപ്പോ അഫ്ഗാനിസ്ഥാൻ കാര്യത്തിലായിക്കോട്ടെ, മറ്റു രാജ്യങ്ങളുമായുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ നമുക്ക് ഇറാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, ഇറാനുമായി വളരെ പ്രധാനപ്പെട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. ഇവയെല്ലാം വച്ച് നോക്കുമ്പോൾ ഇറാൻ ഇന്ത്യ ബന്ധം എന്നത് ഈ യുദ്ധത്തിന് ശേഷം എങ്ങനെ ആയിരിക്കുമെന്നുള്ളതിൽ ഒരു വലിയ ചോദ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഉത്തരം എന്താണ്, അടുത്ത അപ്ഡേറ്റ് എന്താണ്, എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എപ്പോഴും അവരുടെ ഒരു സൗഹൃദ രാജ്യമാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. തുർക്കി പോലെ ഇന്ത്യയെ എതിർത്ത ഒരു രാജ്യമാണ് ഇറാൻ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ജമ്മു ആൻഡ് കാശ്മീർ വിഷയത്തിൽ നമുക്കെതിരെ സംസാരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒരിക്കലും ഇറാൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ് പല അറബ് രാജ്യങ്ങളും ഇസ്ലാം രാജ്യങ്ങളും ഇറാനെ എതിർത്ത് സംസാരിക്കുന്നത്. സൗദി അറേബ്യക്കാണെങ്കിൽ ഇറാനെ ഇഷ്ടമല്ല. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ, ഇവരൊക്കെ ഇറാനെ ഒരു സൗഹൃദ വലയത്തിൽ പോലും ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പൊ ഖത്തറിൽ നിന്നും അമേരിക്ക അവരുടെ സേനയെല്ലാം പിൻവലിക്കുകയാണ്. 40-ലധികം വിമാനങ്ങൾ പൂർണ്ണമായും ഖത്തർ എയർബേസിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോ ഇറാനെ നോക്കി അമേരിക്ക ഭയപ്പെടുകയാണോ എന്ന ചോദ്യത്തിന് അതെ, തീർച്ചയായും ഭയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഭയപ്പെടുന്നത്? ഇസ്രായേൽ ഒരു ഘട്ടത്തിന് ശേഷം ഇറാനിൽ ഒരു വലിയ ആക്രമണം നടത്തുകയാണെങ്കിൽ മറ്റു മാർഗമൊന്നും ഇല്ലാതെ ഇറാൻ അവരുടെ ആർസനൽ പൂർണ്ണമായും അവിടെ ഉപയോഗിക്കും. അങ്ങനെ ചിന്തിച്ചാൽ അമേരിക്കയുടെ എയർബേസ് ആയിരിക്കും അവർ ആദ്യം ആക്രമിക്കുക എന്ന് അമേരിക്കയ്ക്കും നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇതിലൊന്നും അകപ്പെടാതിരിക്കാനായി ഞങ്ങൾക്ക് 2 ആഴ്ചത്തെ സമയം ആവശ്യമാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പക്ഷെ ഡൊണാൾഡ് ട്രംപിന്റെ കാര്യമെടുത്താൽ പുറമെ ചിരിച്ച് സംസാരിക്കും, പക്ഷേ പിന്നിലിരുന്നു കൊണ്ട് പലരെയും കുത്തും. ഇപ്പൊ തന്നെ ഇസ്രായേലിനോട് പറഞ്ഞത് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇറാനെ ആക്രമിക്കുക എന്നൊക്കെയാണ്. പക്ഷേ പുറമെ നോക്കുമ്പോഴോ അങ്ങനെ ഒന്നും കാണിക്കുന്നുമില്ല. ഈ സമയത്താണ് ഇറാൻ ഇന്ത്യ സൗഹൃദത്തിൽ ചില വിള്ളലുകൾ സംഭവിച്ചു. ഇതിനുശേഷം ഈ രാജ്യങ്ങൾക്കിടയിൽ യാതൊന്നും സംഭവിക്കില്ല എന്ന് നിരവധി ആളുകൾ പറയാൻ തുടങ്ങി. പക്ഷെ ഇറാൻ ഇവിടെ ഒരു സത്യം പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യക്ക് മാത്രം ഒരു സഹായം ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിച്ച് ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉടൻ തന്നെ അവരുടെ രാജ്യത്തിലേക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കുന്നു. അപ്പോ ഇന്ത്യക്ക് മാത്രം ഇത്തരം ഒരു അലവൻസ് അവർ നൽകിയിട്ടുണ്ട്. ഇത് പല രാജ്യങ്ങൾക്കും വല്ലാത്ത ദേഷ്യമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ജപ്പാൻ ആയിക്കോട്ടെ, ഘാന, ഇങ്ങനെ പല രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ രക്ഷിക്കാൻ വളരെയധികം പാടുപെടുമ്പോൾ ഇന്ത്യയും അതേ രീതിയിൽ പാടുപെടുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവിടെയുള്ള തങ്ങളുടെ വിദ്യാർത്ഥികളെ രക്ഷിക്കണം എന്നതിനു വേണ്ടി. അതിനുവേണ്ടിയാണ് ഓപ്പറേഷൻ സിന്ധ് ആരംഭിച്ചത്. എന്നാൽ ഇപ്പോ ഇറാൻ നമുക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെ അതിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു വിവരം തന്നെ ഇന്ത്യ ഇറാൻ സൗഹൃദം വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്, അതിൽ യാതൊരു അധംപതനവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തി തരുന്നത്. ചബഹർ തുറമുഖവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കരാറുകൾ ഇറാനും ഇന്ത്യയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇറാനുമായി ഒരു സൗഹൃദം പുലർത്തണം എന്ന് ചൈന ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. പ്രധാനമായും ഇന്ത്യ ഇറാൻ സൗഹൃദത്തെ തകർത്തെറിയണം. അതിനുശേഷം ഇന്ത്യക്ക് എതിരെ ഇറാനെ തിരിച്ചുവിടണം. ഇങ്ങനെയുള്ള കരുനീക്കങ്ങളെല്ലാം ചൈനയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറാൻ എന്ന ഒറ്റ രാജ്യത്തെ ഇന്ത്യ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ പ്രധാനമായും ചില പ്രശ്നങ്ങൾ ഇന്ത്യക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ആയിക്കോട്ടെ, ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, ഇവയെല്ലാം ഇന്ത്യയെ ബാധിക്കുമെന്നുള്ളതും ശ്രദ്ധേയമാണ്. അവസാനമായി ഇന്ത്യ പറഞ്ഞത് ഈ ക്രൂഡ് ഓയിൽ കാരണം, ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന ക്രൂഡ് ഓയിൽ കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, അത് ലഭിക്കാതാവുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല, നമ്മുടെ പക്കൽ 40 സപ്ലൈസ് ഉണ്ട്, 40 to 60 സപ്ലൈസ് ഉണ്ട്. ഇത്രയും സ്റ്റോക്ക് പൈൽസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോ അസംസ്കൃത എണ്ണയുടെ ക്ഷാമമൊന്നും വരുമെന്ന് ആരും ഭയപ്പെടണ്ട. ഇങ്ങനെയാണ് ഇന്ത്യൻ സർക്കാരിൽ നിന്നും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു അറിയിപ്പ്. ഖത്തറിൽ നിന്നും അമേരിക്കയുടെ മുഴുവൻ വ്യോമസേനാ വിമാനങ്ങളെയും നീക്കം ചെയ്തിട്ടുള്ളത് ഒരു വലിയ സംശയമായി തന്നെ മാറിയിട്ടുണ്ട്. യാതൊരു ശബ്ദവുമില്ലാതെ അവർ അവിടം എല്ലാം കാലിയാക്കിയത് ഇപ്പോൾ അമേരിക്ക ഒരു ട്രോൾ മെറ്റീരിയലാക്കി മാറ്റിയിട്ടുണ്ട്. പറഞ്ഞു വന്നാൽ അമേരിക്ക 2 ആഴ്ചത്തെ ഒരു സമയം ചോദിച്ചത് തന്നെ ഇസ്രായേൽ ഇറാൻ പ്രശ്നത്തിൽ ഇസ്രായേലിനെ ഒരു തീരുമാനത്തിൽ കൊണ്ടുവരാനും
ഇറാൻ പരാജയപ്പെടുകയും വേണം. അതിനുശേഷം നമുക്ക് പിന്നീട് രണ്ടുപേർക്കും ഇടയിൽ ഒരു മീഡിയേറ്ററായി പ്രവർത്തിക്കാമെന്ന് അമേരിക്ക ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ അമേരിക്കയുടെ 2 ആഴ്ചത്തെ സമയം ഇവിടെ ഒരു ട്രോൾ മെറ്റീരിയലായി മാറി എന്നുള്ളതാണ് ചിരിക്കേണ്ട ഒരു കാര്യം. ബെൻഗുരിയൻ എയർപോർട്ട് ഏകദേശം ഒരാഴ്ചയായി അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇത് ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഇത്രയേറെ ദിവസം അടച്ചുപൂട്ടിയിരിക്കുന്നത്. ഏകദേശം 70,000-ലധികം ഫോറിനേഴ്സ് ഞങ്ങൾക്ക് സ്വന്തം രാജ്യത്തേക്ക് പോകണം എന്നുള്ള ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി ഇതിനായി സ്പെഷ്യൽ ഫ്ലൈറ്റ് എന്തെങ്കിലും നൽകണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 70,000 പേർ ഇസ്രായേൽ വിട്ട് പുറത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യുനെസ്കോയ്ക്ക് ഇറാന്റെ സയൻസ് മിനിസ്റ്റർ ഒരു ലെറ്റർ അയച്ചു. ഞങ്ങളുടെ സയന്റിസ്റ്റ് ഒരുപാട് പേരെ ഇസ്രായേൽ കൊന്നുകുഴിച്ചിട്ടു. എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല? ഓരോ രാജ്യത്തിലെയും ശാസ്ത്രജ്ഞന്മാരെ കൊല്ലാനുള്ള ധൈര്യം മറ്റൊരു രാജ്യത്തിന് വന്നാൽ ഈ ലോകത്തിൽ പിന്നെ കണ്ടുപിടുത്തങ്ങളെ ഉണ്ടാവുകയില്ല. സയന്റിസ്റ്റ് എല്ലാം ഭയക്കും, അല്ലെങ്കിൽ അവർ മരിക്കും. ഇതിനൊക്കെ ഒരു അവസാനം തീർച്ചയായും വേണം. അതുകൊണ്ട് നിങ്ങൾ ഇസ്രായേലിനെതിരെയുള്ള നടപടികൾ എടുക്കണമെന്ന് യുനെസ്കോയ്ക്ക് അവർ ഒരു ലെറ്റർ എഴുതി. സത്യത്തിൽ ഈ ഒരു ലെറ്റർ ഒരു ചെറിയ ഉദാഹരണമാണ്. ഇറാൻ അവിടെ എത്രത്തോളം ബാധിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും അത്രയേറെ ന്യൂക്ലിയർ സയന്റിസ്റ്റ് കൊല്ലപ്പെട്ടു. ടോപ്പ് പൊസിഷനിലുള്ള എല്ലാവരും കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇവയെല്ലാം ഇറാനെ എത്രത്തോളം പിന്നിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും. ഇതെല്ലാം പരാമർശിച്ച് യുനെസ്കോയ്ക്ക് ഒരു ലെറ്ററായി തന്നെ അയച്ചിട്ടുണ്ട്. ഇസ്രായേൽ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ടാർഗറ്റ് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വീഡിയോസും അവർ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ വീഡിയോ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വ്യോമ പ്രതിരോധത്തിനാവശ്യമായ എല്ലാ ട്രക്കുകൾ, മൊബൈൽ ലോഞ്ചേഴ്സ് എല്ലാം തന്നെ ഈ അറ്റാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണത്തിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, എയർ സുപ്പീരിയോറിറ്റി ഇപ്പൊ ഇസ്രായേലിന്റെ കൈകളിലാണ്. ഇറാനുള്ളിൽ അവർ വിചാരിക്കുന്ന സമയത്തെല്ലാം അകത്ത് പോയി വരുന്ന രീതിയിൽ, എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നുമില്ലാത്ത രീതിയിൽ ഇസ്രായേലിന്റെ വിമാനങ്ങൾ വളരെ എളുപ്പത്തിൽ പറന്നു വരുന്ന രീതിയിലുള്ള ഒരു എയർ സുപ്പീരിയോറിറ്റി കൊണ്ടുവരണം. അതവർ കൊണ്ടുവന്നിട്ടുമുണ്ട്. എന്നാൽ അത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കണം. ഇങ്ങനെ മുഴുവനായും ഇറാന്റെ എയർ സ്പേസിനെ അങ്ങനെ നശിപ്പിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഒരു കണക്ക്. എന്നാൽ ഇത് ഇറാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും സത്യമാണ്. ഏകദേശം 10 C-17 മിലിറ്ററി ട്രാൻസ്പോർട്ട് പ്ലെയിൻസ് ഇസ്രായേലിലേക്ക് വന്നിട്ടുണ്ട്. ചില മാധ്യമങ്ങളിൽ 7 C-17 പറയുന്നുണ്ട്, മറ്റു ചില മാധ്യമങ്ങൾ 10 C-17 എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു മിലിറ്ററി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ചയിൽ ഇസ്രായേൽ നടത്താൻ പോകുന്ന ആക്രമണങ്ങൾക്ക് ആവശ്യമായ ആയുധങ്ങൾ, ഉപകരണങ്ങൾ ഇവയെല്ലാം ഈ 10 C-17 മിലിറ്ററി ഫ്ലൈറ്റിൽ ഉണ്ടായിരിക്കുക. ഇതിലൂടെ അമേരിക്ക എത്രത്തോളം ഇസ്രായേലിന് സഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ഇറാനെ കണ്ട് അമേരിക്ക എത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളതും ഒരേ സമയത്തിന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിലെ പ്രൈവറ്റ് കമ്പനീസിന്റെ CCTVs എല്ലാം ഇറാൻ ടാപ്പ് ചെയ്യുകയാണ്. അവിടെയുള്ള സൈനിക മൂവ്മെന്റ്സ് എല്ലാം ആ CCTV വഴി നോക്കിക്കൊണ്ടിരിക്കുന്നതായി ഇസ്രായേലിലെ മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടു. അലി ഷംഖാനി, അതായത് അയത്തുള്ള അലി ഖമേനിയുടെ സീനിയർ അഡ്വൈസറാണ് ഈ അലി ഷംഖാനി. ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആക്രമണം ഒരു ദിവസം മുൻപ് ഇസ്രായേൽ നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തകളും ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. എന്നാൽ അതിന് പുറകിലുള്ള ഒരു സത്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ അലി ഷംഖാനി മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. അദ്ദേഹത്തെ ഇസ്രായേൽ കൊന്നിട്ടേയില്ല. ഞങ്ങളുടെ സൗഹൃദത്തിനു വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും ഈ അലി ഷംഖാനി തുടർന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാർത്തയായിരുന്നു പിന്നീട് പുറത്തു വന്നത്. കൂടാതെ അലി ഷംഖാനി നേരിട്ട് വന്ന് ഞാൻ മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുൻപ് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അവയെല്ലാം ഇറാന് വേണ്ടി ഞാൻ ചെയ്യും എന്നുള്ള ഒരു വിവരവും അദ്ദേഹം നൽകി. ഇറാനിലുള്ള നിരവധി എംബസീസ് ഇപ്പോൾ അടച്ചുപൂട്ടിയെന്നുള്ള കാര്യം അറിയാം. അതിൽ ഓസ്ട്രേലിയ, ബൾഗേറിയ, ചെക്ക് റിപ്പബ്ലിക്, ന്യൂസിലാൻഡ്, പോർച്ചുഗൽ, സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെ പല രാജ്യങ്ങളുടെ എംബസീസ് അടച്ചുപൂട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള എംബസികൾ, തുറന്നിരിക്കുന്ന എംബസികൾ പരിമിതമായ രീതിയിൽ മാത്രമേ അവരുടെ ജോലികൾ അവിടെ ചെയ്യുന്നുമുള്ളൂ. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇടയ്ക്ക് ഒരു യോഗം വിളിച്ചുകൂട്ടി. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇറാന്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനായും നശിപ്പിക്കണം. ഇത് അദ്ദേഹം ഒരു ഉത്തരവായി തന്നെ നൽകിയിട്ടുണ്ട്. അടുത്ത IRGC മസ്ജിദിന്റെ ഒക്കെ പവർ സെന്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയും നശിപ്പിക്കണം. ന്യൂക്ലിയർ മാസ് ഇവാക്വേഷൻ, ട്രിഗർ മാസ് ഇവാക്വേഷനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ആക്രമണങ്ങൾ നടത്തണം എന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തത് ഇറാനിലെ സയന്റിസ്റ്റിനെയും ന്യൂക്ലിയർ സൈറ്റ്സിനെയും ഇസ്രായേൽ തുടർന്ന് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇവയെല്ലാം സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യാമെന്നുള്ള പല ചർച്ചകൾ ഇറാനുള്ളിൽ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് അറിഞ്ഞു. വീണ്ടും ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങൾ അറിയേണ്ടതായുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് ഓഫ് വിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.